അതുകൊണ്ട് ക്യാമറ അതുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരെ ചെയ്യാം. തുറന്നു ഒന്നും പറയണ്ടേ. ഞാൻ ആ കടയിൽ നിന്ന് മേടിച്ചാ. അവരാദ്യം തന്ന ഇതെനക്ക് പൊട്ടിക്കാൻ പറ്റില്ല. രണ്ടാമത് ഞാൻ മേടിച്ചതാ. ഇല്ല, കടയിൽ നിന്ന് മേടിച്ചതാ. ചേച്ചി കുടിച്ചിട്ടുമല്ലോ കുടിച്ചു വെച്ചേക്കുന്നതാണോ? കുടിച്ചിട്ട് വെച്ചേക്കുന്നതാണോ? ഞാൻ ആദ്യം മേടിച്ചത് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. സ്റ്റിക്കർ ഞാൻ ഇളക്കി കളഞ്ഞേ. ഞാൻ ആദ്യം മേടിച്ചത് തുറക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പിന്നെ അവരെ കൊടുത്തിട്ട് വീണ്ടും മേടിച്ചതാ. ചേട്ടാ എന്ന് പൊട്ടിച്ചേരുവാ. പറ്റുന്നില്ലേ? ഇത് അവർക്കും പറ്റുന്നില്ല. സാരമില്ല കേട്ടോ, ഇനി കുഴപ്പമില്ല. ഒരു മിനിറ്റ് ചേച്ചി, ഒരു മിനിറ്റ്. ഇനി കുഴപ്പമില്ല കേട്ടോ. അതെ, ഞാൻ കേൾപ്പനാണ്. ഹായ് ബ്രോ ഇന്ന് തുറക്കാൻ സഹായിക്കേ? അല്ല ഒരു പ്രാങ്ക് ഷോ കഴിഞ്ഞ് കൈയൊക്കെ ഒടിഞ്ഞ് ഞാൻ സങ്കടപ്പെട്ട് വന്ന് നിൽക്കുവോ? അല്ല ബ്രോ, അല്ല ബ്രോ, തുറക്ക് ബ്രോ. അല്ല ബ്രോ, ഒട്ടിച്ച് വെച്ചേക്കല്ല ബ്രോ. തുറക്ക് ബ്രോ. ഇല്ല ബ്രോ, ക്യാമറ ഒന്നും ഇല്ല. സത്യമായിട്ട് ഞാൻ ഇവിടെ ക്ഷീണം കാരണം വന്നിരിക്കുക. കഴിഞ്ഞ വീഡിയോ ഒടിഞ്ഞിരിക്കല്ലോ. അല്ല, അത് ഒട്ടിച്ച് വെച്ചേക്കല്ല. എന്റെ പൊന്ന്, നിങ്ങൾക്കൊന്നും ആരോഗ്യമില്ല. രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഇത് പൊട്ടിക്കാനായിട്ട് ആരോഗ്യമില്ല നിങ്ങൾക്ക്. ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് ക്യാമറ അതുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരെ ചെയ്യാം. ഞാൻ അവരെ ചെയ്യാം. ഞാൻ ഇപ്പൊ കൊടുക്കാം. ഞാൻ ബീച്ച് വന്നിരുന്നപ്പോ ഇങ്ങനെ ആലോചിച്ചു. A few moments later. നാദറല്ലേ എന്നെ മനസ്സിലായോ? നമ്മളെ കണ്ണവിടെ നിൽക്കുന്നത് പഠിക്കുന്നേ. നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ? അല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല. നാദറിനെ എന്റെ ഫ്രണ്ട്സാ. എന്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ് നാദറിന്റെ അടുത്ത് നിന്ന് ഉടക്കൊണ്ടാക്കിട്ട് വന്ന് 100 രൂപ തരാം. എത്ര രൂപ? 100 രൂപ തരാം. ഉടക്കൊണ്ടാക്കിയോ? എന്നിട്ട് 100 രൂപ വാങ്ങിച്ചു. 100 രൂപ എടുത്തു. ഇത് പൊട്ടിക്കും. ഇന്ന് പൊട്ടിച്ചു. ഇതിനകത്തൊന്നും ഇല്ല. അന്ന് തുറന്നു. ഇത് പുലിക്കേട്ട് വന്നതായിരിക്കും. അല്ല ബ്രോ, അല്ല എന്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന് ഉടക്കുണ്ടാക്കിട്ട് വരാം. മറ്റേ ആയിരിക്കുന്ന പെങ്കൊച്ചുണ്ടോ അപ്പുറത്തിരിക്കുന്നത്? പിന്നെ എന്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉടക്കിയിട്ട് വാ, നിങ്ങളെ ഇവിടെ വന്ന് കളിയാക്കിയിട്ട് വാ, ഉടക്കിയിട്ട് വാ, 100 രൂപ തരാം. മറ്റേ ചുമന്ന് ഉടുപ്പിട്ടേക്ക് ചെയ്യുന്ന പയ്യനെയാണ് എനിക്ക് അറിയാവുന്നത്. ഇതൊന്ന് പൊട്ടിച്ചിട്ടാ നിനക്ക് ഓൺലി ഫേമസ് ആവും. നീ ഇത് ഫേമസ് ആവും. ഇതൊന്ന് പൊട്ടിച്ചാ ബ്രോ. ഇത് പൊട്ടിക്കാൻ പറ്റില്ല. സൂപ്പർ വെച്ച് ഒട്ടിച്ചേക്കും ബ്രോ. ഇതിനകത്ത് അവിടെ സൂപ്പർ ഗ്ലൂ കണ്ടു. സൂപ്പർ ഗ്ലൂ അല്ല, അതിന്റെ സീലാ ബ്രോ. കൈ ഒന്നും പറയണ്ട ബ്രോ. ഒരു പ്രോഗ്രാമിന് പോയി വീണ് അടി കൊണ്ടതാ. പേരെന്താ? ഇല്ല, അങ്ങനെ സൂപ്പർ ഗ്ലൂ. ഇതാണോ സൂപ്പർ ഗ്ലൂ? ഇത് അതിന്റെ സീല്.
ഇത് സീല്. ഇത് സൂപ്പർ ഗ്ലൂ കണ്ടറിഞ്ഞൂടെ? സൂപ്പർ ഗ്ലൂ എന്ന് അറിഞ്ഞല്ലേ ബ്രോ? ബ്രോ പിടിച്ചേ മുഴുവൻ പിടിച്ചേ എന്തിനാ? പിടിച്ചല്ലേ? ഞാൻ തുറക്കുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ സൂപ്പർ. എന്നിട്ട് പിടിച്ചല്ലോ. പിടിച്ചതിന് ഒരു പ്രശ്നമുണ്ടോ? കുറച്ചേരം കഴിയുമ്പോ കൈയൊക്കെ ഇങ്ങനെ പതഞ്ഞു വരും. കുറച്ച് കഴിയുമ്പോ കേട്ടോ. അത് ഇതിനകത്തൊരു സംഭവം ഉണ്ട്. കഴിഞ്ഞ എന്റെ പേരെന്തെന്നറിയോ? എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടോ? KL പ്രാങ്ക് എന്ന് പറഞ്ഞ എന്റെ യൂട്യൂബ് ചാനൽ. അപ്പൊ അതിനകത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളൊരു സാനിറ്റൈസർ പ്രാങ്കാ ചെയ്തത്. അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഒരു കണ്ടന്റ് ഇല്ലാത്തുണ്ട്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഇന്നത്തെ ദിവസം ചെന്ന് കൈ നനയ്ക്കില്ല കേട്ടോ. ഇവിടെ കൈ നനയ്ക്കുമ്പോ കൈ പതയും. ഈ കഴിഞ്ഞ വീഡിയോ വേണമെങ്കിൽ ഫോണിൽ ഇപ്പൊ എടുത്ത് നോക്കി. അത് സോപ്പ് പോലെ നിങ്ങൾ കൈ ഒന്ന് കഴുകി നോക്കിയാൽ ഇതിനകത്ത് സൂപ്പർ ഗ്ലൂവും അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അത് യൂസ് ചെയ്ത് ഒട്ടിച്ചേക്കുന്നത് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം എടുത്ത് കയ്യിൽ ഒഴിച്ചു ഞാനിപ്പോ പറയാം. ചേച്ചി കുറച്ച് വെള്ളം കൊച്ചി ഇച്ചിരി വെള്ളം ഞാൻ കയ്യൊന്ന് കഴുകാനാ എനിക്കല്ലേ ചേച്ചി അവർക്ക് അല്ല ഇത് പിടിച്ചവരൊക്കെ കൈയൊന്ന് നീട്ടിക്കോ. ഇപ്പൊ ഇതിന്റെ സംഭവം കാണിച്ചുതരാം. കൈ നീട്ടിക്കോ. നല്ല കണക്കൊന്ന് തേച്ചോണം. കൈ നീട്ടിക്കോ. കൈ നീട്ടിക്കോ. പറ്റിക്കാനാണോ? കൈ നീട്ടിക്കോ. പറ്റിക്കാനാണോ? നല്ല കൈ നല്ലോണം കഴിക്കും. വീട്ടിൽ ചെന്ന് നല്ലപോലെ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അഴുക്കൊക്കെ അങ്ങ് പോകും. മനസ്സിലായോ? ഈ കൈ പറ്റിയിരിക്കുന്ന അഴുക്കൊക്കെ അങ്ങ് പോകും കേട്ടോ. ഇത് മനസ്സിലായോ? ഈ കൈ മനസ്സിലായോ? ഈ കൈ ഇത് ഞാൻ ഉദ്ദേശിച്ച പ്രാങ്ക് ഇതാണ്. നടന്നില്ല. ഇത് തുറന്നു തരാൻ പറ്റത്തില്ല. ഇത് ഒട്ടിച്ച് വെച്ചേക്കാം. പകരം ഇനി വേറൊരു മേടിച്ചു തരാം. കരയില്ലേ? മേടിച്ചു തരാം. അപ്പൊ ബ്രോ വീട്ടിൽ ചെന്ന് സോപ്പിട്ടാൻ കഴിയരുത്. അഴുക്കങ്ങ് പോയിക്കോളും. സന്തോഷമായില്ലേ? ഓക്കെ, താങ്ക്സ് ബ്രോ. പ്രാങ്ക് ഷോസ് ഈ തരികിട പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? ഈ തരികിട പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? പണ്ട് സൂര്യ ടിവിയിലൊക്കെ ഈ KL പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ക്യാമറ കണ്ടോ? ഞാൻ തന്നെയാണ് സൂപ്പർ ഗ്ലൂ കേട്ടോ. ഈ പ്രാങ്ക് ഷോസ് കാണത്തില്ലല്ലോ. യൂട്യൂബിൽ KL പ്രാങ്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് കാണാൻ പറ്റും. ടാറ്റ അനുസരിച്ച് ചേട്ടാ പ്രാങ്ക് ഷോസ് ഒക്കെ കാണോ? പ്രാങ്ക് ഷോസ് KL പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. ഇത് ആക്ച്വലി ഞാൻ തന്നെയാണ് ഇതിൽ ഗമ്മ് തേച്ചുകൊണ്ട് വന്നത്. ഇത് പ്രാങ്ക് ഷോ ആയിരുന്നു. KL പ്രാങ്ക് യൂട്യൂബ് നോക്കിയതല്ലോ. താങ്ക് യു. മോനെ ഒന്ന് പൊട്ടിച്ചേരുവോ? താങ്ക്സ്. ആക്ച്വലി ഇതിനകത്ത് ഞാനേ എൻ്റെ സെറ്റൊക്കെ കൊണ്ടുവന്നു. പ്രാങ്ക് ഷോസ് കാണും. KL പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഈ തരികിട പോലത്തെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? അതാണ് പ്രാങ്ക്. KL പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. ആക്ച്വലി ഇതിനകത്ത് എൻ്റെ സെറ്റിട്ട് എനിക്കറിയത്തില്ല. ഇത് വീണ്ടും മാറി. അപ്പോൾ എന്തായാലും പ്രിങ്ങാക്കിയതിന് വളരെ നന്ദി. എന്നോടല്ല കൊക്കോണത് ശരിയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വെറൈറ്റി പ്രാങ്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പം മനസ്സിലായില്ലേ കൈ എങ്ങനെയാണ് ഇങ്ങനെ ആയതൊക്കെ? ഗൈസ് ഇത് ആ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കെട്ടി വെച്ചിരുന്നതാണ്. നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോയ്ക്കകത്ത് തന്നെ വെറൈറ്റി ആയിട്ട് വീണ്ടും നമുക്ക് കിടിലായിട്ടൊരു ഓൺ സ്പോട്ട് പ്രാങ്ക് ചെയ്യാൻ പറ്റി. ഗൈസ് ഞങ്ങൾ 100Kയുടെ സ്പെഷ്യൽ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മരിച്ചുപോയി. അതുപോലെ തന്നെ ചാനലിൻ്റെ തന്നെ പല പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സങ്കടങ്ങളിലൊക്കെയാണ് ഞങ്ങൾ വീഡിയോ വരാൻ ലേറ്റ് ആവുന്നത്. 100Kയുടെ സെലിബ്രേഷനൊന്നും ഞങ്ങൾ ചെയ്യാഞ്ഞത്. ആക്ച്വലി ഒരുപാട് വിഷമമൊക്കെ ഉണ്ട്. എങ്കിലും എന്തൊക്കെയായാലും നമുക്ക് എന്താ പറയണ്ട, ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്നില്ലേ, അതുപോലെ നമുക്ക് പ്രോഗ്രാം പോയല്ലേ പറ്റൂ.
അതെന്തായാലും നിങ്ങളെപ്പോൾ നമ്മുടെ എത്ര വിഷമത്തിലായാലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ ഞങ്ങൾ ഇനിയും വരും ഗൈസ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നമ്മൾ 1 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും നമ്മൾ മുന്നിലേക്ക് തന്നെ പോകും. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ ബൈ.